സോഷ്യലിസ്റ്റ് നേതാവ് കർപ്പൂരി ഠാക്കൂറിന്റെ മകൻ രാംനാഥ് ഠാക്കൂറിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിച്ച് എൻഡിഎ ബീഹാർ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാണ് ഈ നീക്കം. ബിജെപി അധ്യക്ഷൻ ജെ.പി. നദ്ദ, ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ എന്നീ പേരുകളും പരിഗണനയിലുണ്ട്. വിജയ സാധ്യതയില്ലെങ്കിലും മത്സരിക്കാൻ ഇന്ത്യ സഖ്യത്തിലും ധാരണയായിട്ടുണ്ട്. കർപ്പൂരി ഠാക്കൂറിന് ഇപ്പോഴും ബീഹാറിലെ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനമുണ്ട്. മകൻ രാംനാഥ് ഠാക്കൂർ ഉപരാഷ്ട്രപതിയായാൽ ബീഹാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ നേട്ടത്തിന് സാധ്യതയുണ്ട് എന്ന് എൻഡിഎ കണക്ക് കൂട്ടുന്നു. ബീഹാറിലെ 36% വരുന്ന അതിപിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടയാളാണ് രാംനാഥ് ഠാക്കൂർ. വോട്ടെടുപ്പിൽ ഇക്കാര്യമെല്ലാം പ്രതിഫലിക്കുമെന്ന് ബിജെപി കണക്ക് കൂട്ടുന്നു. കേന്ദ്ര കൃഷി സഹമന്ത്രി കൂടിയായ രാംനാഥ് ഠാക്കൂറുമായി ബിജെപി അധ്യക്ഷൻ ജെ.പി. നഡ്ഡ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ബിജെപി അധ്യക്ഷ പദം ഒഴിയാനിരിക്കുന്ന ജെ.പി. നഡ്ഡ കേന്ദ്ര തീരുമാനങ്ങൾ കൃത്യമായി ജമ്മു കശ്മീരിൽ നടപ്പിലാക്കുന്ന ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിവരും പരിഗണനയിലുണ്ട്. എൻഡിഎ സ്ഥാനാർത്ഥിക്ക് വിജയം ഉറപ്പാണ് എങ്കിലും ശക്തമായ പ്രതിപക്ഷമുണ്ട് എന്ന് സർക്കാരിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മത്സരിക്കാൻ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. എൻഡിഎ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച തീരുമാനം വന്ന ശേഷമാകും ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. രാജിവെച്ച ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന് ഉചിതമായ യാത്രയയപ്പ് നൽകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പ്രതിപക്ഷത്തു നിന്നും ഭരണപക്ഷത്തു നിന്നും ആരും പിന്തുണച്ചില്ല. തിരഞ്ഞെടുപ്പ് ഒരാഴ്ചക്കകം പ്രഖ്യാപിക്കും. ഓഗസ്റ്റ് അവസാനത്തോടുകൂടി പുതിയ ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ് പൂർത്തിയാകും. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.